നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇനി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക കൂടിയാണ് കേരളത്തിൽ വരാനുള്ളത്. രാഹുൽ ഗാന്ധി എവിടെ മത്സരിക്കുന്നു, വയനാട്ടിൽ ഇത്തവണ അദ്ദേഹം ഉണ്ടാവും എന്നുള്ള ചോദ്യമാണ് ഒരു പ്രധാന ചോദ്യമായിട്ടുള്ളത്. അപ്പോൾ രാഹുൽ ഗാന്ധി ഒരുപക്ഷെ ഇത്തവണ വയനാട്ടിൽ ഉണ്ടായേക്കില്ല, അദ്ദേഹം നോർത്തിൽ എവിടെയെങ്കിലും അല്ലെങ്കിൽ കർണാടകയിലും തെലങ്കാനയിലൊക്കെ മത്സരിക്കുമെന്ന് കേട്ടിരുന്നു. പക്ഷേ ഫൈനലി ഇപ്പോൾ കേൾക്കുന്ന കഥ രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് തന്നെ വരുന്നു, നാളെ അക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാകും എന്നതാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി വരുമ്പോൾ കഴിഞ്ഞ തവണ വന്ന ആ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് പറ്റുമോ, അതെന്തൊക്കെ തരത്തിലുള്ള പുതിയ വികാസങ്ങൾക്ക് സാധ്യതയുള്ള ഒന്നാണെന്നതിനെക്കുറിച്ചാണ് നമ്മൾ ആദ്യം സംസാരിക്കുന്നത്. ദൗസാബിന് എന്താണ് തോന്നുന്നത്, രാഹുൽ ഗാന്ധി വയനാട് ചൂസ് ചെയ്യാൻ നിർബന്ധിതനാകുന്നുണ്ടോ പല കാരണങ്ങൾ കൊണ്ട്? രണ്ടാമത്തേത്, വീണ്ടും ഒരിക്കൽ കൂടി കേരളത്തിലേക്ക് വരുന്ന രാഹുൽ ഗാന്ധിക്ക് കേരളത്തിലെങ്കിലും ആ പഴയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുമോ? ആ പരിസരം ഇപ്പം നിലനിൽക്കുന്നുണ്ടോ? നേരത്തെയുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്ന് ഞാൻ എന്തായാലും വിചാരിക്കുന്നില്ല. പക്ഷേ ഞാൻ രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വരുന്നതിനെ ആ നിലക്കല്ല കാണുന്നത്. കേരളത്തിൽ എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളതിനേക്കാൾ ഇന്ത്യയിൽ അതെന്തും ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളതാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് ടെക്നിക്കലി സ്പീക്കിംഗ് അദ്ദേഹം കോൺഗ്രസ് CWC അംഗം മാത്രമാണ്. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമായിട്ടുള്ള ഒരു പാർലമെൻറ്റ് അംഗമാണ് അദ്ദേഹം. പക്ഷേ ഇന്ത്യയിലിപ്പോൾ ഉള്ള നിലവിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ ബ്ലോക്ക് എന്ന് പറയാവുന്ന ഇന്ത്യ മുന്നണിയുടെ അതിൻ്റെ ഐക്കണായിട്ട് നിൽക്കുന്ന ആളാണ്. അദ്ദേഹം ആണ് ഇന്ത്യ മുന്നണിയുടെ ഫേസായി നിൽക്കുന്നത്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ആരൊക്കെ തമ്മിലുള്ള മത്സരമാണെന്ന് ചോദിച്ചാൽ മോഡിയും രാഹുലും തമ്മിലുള്ള മത്സരം എന്നാണ് ആളുകൾ പറയുക. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ രാഹുൽ ഗാന്ധി എവിടെ മത്സരിക്കുന്നു, ഏത് കോൺസ്റ്റിറ്റ്യുവൻസി ചൂസ് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട, അതിന് സിംബോളിക് വാല്യൂ ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ തവണ തന്നെ ഞാൻ മുമ്പ് ഔട്ട് ഓഫ് ഫോക്കസ് പറഞ്ഞാണ്, കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിച്ചത് അത് രാഷ്ട്രീയമായ വിഡ്ഢിത്തമായിരുന്നു എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് അതിൽ വലിയ താല്പര്യമുണ്ടാവും. അദ്ദേഹം ഇവിടെ വരുന്നതുകൊണ്ട് ഇവിടെ അവർക്കുണ്ടാകുന്ന ഒരുപാട് സൗകര്യങ്ങളുണ്ട്. പക്ഷേ മോഡിയുടെ NDAയോട് നടത്തുന്ന ഒരു ഫൈറ്റിൽ രാഹുൽ ഗാന്ധി ഒരു സുരക്ഷിത സ്ഥലം തേടിപ്പോയി എന്ന ഒരു ഫീൽ ഉണ്ടാക്കുന്നതിൽ അത് ക്യാപ്റ്റൻ പരാജയം മണക്കുന്നു എന്ന സന്ദേശം തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഉണ്ടാക്കുന്നതിൽ അത് കാരണമായിട്ടുണ്ട്. അപ്പോൾ മോഡിയോട് ഒരു ഹെഡ് ഓൺ ഫൈറ്റ്, നേർക്കുനേരെയുള്ള യുദ്ധത്തിന് എനിക്ക് ത്രാണിയില്ല, അല്ലെങ്കിൽ ഞാൻ അതിൽ അശക്തനാണ് എന്നൊരു സന്ദേശമാണ് അതിലൂടെ ഇന്ത്യൻ മാസിന് രാഹുൽ ഗാന്ധി കൊടുത്തത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ അദ്ദേഹം വയനാട് തിരഞ്ഞെടുത്തത് തന്നെ അബദ്ധമായിരുന്നു. കഴിഞ്ഞ തവണത്തേക്കാൾ ഇത്തവണയുള്ളൊരു അധിക പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നോക്കൂ, കഴിഞ്ഞ ഞായറാഴ്ച പാട്നയിൽ ഒരു റാലി നടന്നത്, ഇന്ത്യ മുന്നണിയുടെ ജൻ വിശ്വാസ് റാലി. ഇന്ത്യ മുന്നണി ഫോം ചെയ്യപ്പെട്ടതിന് ശേഷമുള്ള ഏറ്റവും വലിയൊരു മാസ് ഇവൻ്റാണ്. അത് വൻ വിജയമായിരുന്നു. വൻ ജനക്കൂട്ടം അവിടെ പാട്നയിലെ ഗാന്ധി മൈതാനത്ത് ഒത്തുചേരുന്നു. നമുക്ക് ആ സമ്മേളന വേദിയിൽ ആരൊക്കെയാണ് ഉള്ളത്? പ്രധാന പ്രഭാഷകനായിട്ട് രാഹുൽ ഗാന്ധിയുണ്ട്, മല്ലികാർജുൻ ഖർഗെയുണ്ട്, ലാലു ഉണ്ട്, തേജസ്വി ഉണ്ട്, മുലായമുണ്ട്, സീതാറാം യെച്ചൂരി ഉണ്ട്. പിന്നെ ഉള്ളത് ആരാണ്? വയനാട്ടിലെ സ്ഥാനാർത്ഥിയുടെ, രാഹുലിനെതിരെ ആരാണോ സ്ഥാനാർത്ഥിയായിട്ടുള്ളത് അവരുടെ ഭർത്താവായിട്ടുള്ള CPIയുടെ സെക്രട്ടറി D രാജ. ഇപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച D രാജയോടൊപ്പം ഇന്ത്യ മുന്നണി വിജയിപ്പിക്കാൻ വേണ്ടി ജൻ വിശ്വാസ് റാലിയെ അഭിസംബോധന ചെയ്ത രാഹുൽ ഗാന്ധി നാളെ ഞാൻ D രാജയുടെ ഭാര്യയ്ക്കെതിരെ വയനാട്ടിൽ മത്സരിക്കുകയാണ് എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് നൽകുന്ന സന്ദേശം എന്താണ്? അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു ആശയമാണ്. ഇൻക്ലൂസീവ് ആയ ഒരു അലയൻസ് എന്നാണ് ഇന്ത്യയുടെ ഈ BJP സംഘം ഇന്ത്യയുടെ വൈവിധ്യത്തെ തകർക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വൈവിധ്യങ്ങളെ കൂട്ടിച്ചേർക്കുന്ന ഒരു മുന്നണി എന്ന കാഴ്ചപ്പാടിൽ ഉണ്ടായി വന്നിട്ടുള്ളതാണ്. ഓക്കെ, കേരളത്തിൻ്റെ ഒരു സവിശേഷ സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ പരസ്പരം മത്സരിക്കുന്നുണ്ട്. ഒരർത്ഥത്തിലൊരു സൗഹൃദ മത്സരമാണ് ഇവിടെ നടക്കുന്നത്. അത് ഇവിടെ BJP അങ്ങനെ സൗഹൃദ മത്സരം നടത്തുന്നത് കൊണ്ട് BJP കയറി വരുമോ എന്ന ഭയവുമില്ല. ആ നിലക്ക് കേരളത്തിലെ ഈ സൗഹൃദ മത്സരത്തെ ഒരു രാഷ്ട്രീയ സമരമൊന്നും അല്ലെങ്കിൽ ആ നിലക്ക് കാണാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇന്ത്യയിലൊട്ടാകെ ഇന്ത്യ മുന്നണിയുടെ മുഖമായി നിൽക്കുന്ന രാഹുൽ ഗാന്ധി പുറത്തുനിന്ന് മറ്റൊരു സംസ്ഥാനത്ത് വന്നിട്ട് ഇന്ത്യ മുന്നണിയിലെ ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷിയുടെ ദേശീയ നേതാവിനെതിരെ മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ മോശം സന്ദേശമാണ്. എന്ന് മാത്രമല്ല, ഇന്ത്യയെ ആകെ ഈ ഒരു കാര്യം പടർത്തുവാൻ, ഇന്ത്യ മുന്നണിയിലെ ഈ വൈരുദ്ധ്യത്തെക്കുറിച്ച് ജനങ്ങളോട് എളുപ്പത്തിൽ പറഞ്ഞു കൊടുക്കാൻ മോഡിക്കും സംഘത്തിനും സാധിക്കും. അത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നം. രണ്ടാമത്തെ, ഈ പറഞ്ഞ ഒരു നേരിട്ടുള്ള ഒരു ഹെഡ് ഓൺ ഫൈറ്റ്, ഞാൻ അശക്തനാണ് എന്നൊരു സന്ദേശവും എഗൻ അത് നൽകുന്നുണ്ട്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുക എന്നുള്ളത് ഒരു മോശം ആശയമാണ്.
അതാണ് ദേശീയ രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ. ഇനി നമ്മുടെ സംസ്ഥാനത്തെ രാഷ്ട്രീയം എടുക്കുകയാണെങ്കിൽ നമ്മൾ മുമ്പ് ചർച്ച ചെയ്താണ് കേരളത്തിലെ കോൺഗ്രസ്സിന് 15 MP ലോക്സഭാ അംഗങ്ങളാണ്, 15 MP മാരാണുള്ളത്. ഈ 15 MP-മാരിൽ സംസ്ഥാനത്ത് 25% വരുന്ന ഒരു ജനസമൂഹത്തിൻ്റെ ഒരു പ്രതിനിധി പോലുമില്ല എന്ന് പറഞ്ഞാൽ 25% വരുന്ന മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഒരു പ്രതിനിധി പോലും ഈ 15 ആളുകളിൽ ഇല്ല എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സാമൂഹിക അടിത്തറയെ പിന്തുണയെ ദുർബലപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ സിറ്റിംഗ് സീറ്റുകളിൽ MP അവർ തന്നെയാണ് മത്സരിക്കാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ഇനി സ്ഥാനാർത്ഥികൾ വെക്കാൻ സാധ്യതയുള്ള 2 സീറ്റുകളേ ഉള്ളൂ. ഒന്ന് വയനാടും ആലപ്പുഴയും. ആലപ്പുഴയുടെ കാര്യം എന്താണ്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDF തരംഗം ആഞ്ഞടിച്ചപ്പോഴും കോൺഗ്രസ്സിന് ലഭിക്കാതെ പോയൊരു സീറ്റാണത്. അപ്പോൾ ആ സീറ്റ് തന്നെയാണ് എഗൻ മുസ്ലിം സ്ഥാനാർത്ഥിക്ക് നൽകുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഞങ്ങൾ പരാജയപ്പെടുമെന്ന് ഉറപ്പുള്ള സീറ്റിലെ മുസ്ലിമിനെ നിർത്തുകയുള്ളൂ എന്ന സന്ദേശമാണ് കോൺഗ്രസ് നൽകുന്നത്. അപ്പോൾ ഈ വിഷയം മുമ്പിൽ വെച്ചും എല്ലാ മുസ്ലിം സംഘടനകളും ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ട്. എന്നതിന് ശേഷവും കോൺഗ്രസ് അത് പരിഗണിക്കുന്നില്ല എന്നാണെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ എന്തോ പറഞ്ഞോ, ഞങ്ങൾ നിങ്ങളെ പരിഗണിക്കാൻ പോകുന്നില്ല എന്നൊരു സന്ദേശം ആ കമ്മ്യൂണിറ്റിക്ക് നൽകുകയാണ്. അത് കോൺഗ്രസ്സിന് ചില്ലറ പരിക്കൊന്നുമല്ല ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആ രണ്ടർത്ഥത്തിലും ദേശീയ രാഷ്ട്രീയത്തിൻ്റെ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിലും സംസ്ഥാന രാഷ്ട്രീയത്തിൻ്റെ ഇതിൽ നോക്കുകയാണെങ്കിലും മണ്ടൻ ആശയമായിരിക്കും രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വരുന്നു എന്ന് പറയുന്നത്. ഓക്കെ, രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ വന്നുകൊണ്ട് കാര്യമായ നേട്ടമൊന്നും കോൺഗ്രസിന് ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല അത് ഒരു മോശം ആശയമായിരുന്നുള്ള അഭിപ്രായം പൊതുവെ അതിനകത്ത് തന്നെയുണ്ട്. എന്നാൽ KPCC വീണ്ടും ആവശ്യപ്പെടുന്നു രാഹുൽ ഗാന്ധി ഇവിടെ തന്നെ വരണമെന്ന്. അവരുടെ കേവലമായ സ്വാർത്ഥമോഹമാണ്, അവരതിനെക്കുറിച്ച് വിശാലമായി ആലോചിക്കുന്നില്ലാത്തതുകൊണ്ടാണോ? അതായത് BJPയെ എങ്ങനെ എതിർക്കണം എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസിൽ തന്നെ ചില ആശയക്കുഴപ്പങ്ങളുണ്ടല്ലോ. അപ്പോൾ എങ്ങനെയാണ് മോദിയെ രാഹുൽ ഗാന്ധി തന്നെ എതിർക്കുന്നത്? മോദി സർക്കാർ നടപ്പാക്കുന്ന ജനവിരുദ്ധ നയങ്ങളെ എതിർക്കുക വളരെ എളുപ്പമുള്ള കാര്യമാണ്. തടിക്ക് കേടില്ലാത്ത ഒരു എതിർപ്പാണത്. മോദി വന്നതിന് ശേഷം പെട്രോളിന് വില കൂടി, മോദി വന്നതിന് ശേഷം ജീവിത നിലവാരം വളരെ ബുദ്ധിമുട്ടിലായി, വിലക്കയറ്റം ഉണ്ടായി. അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. യഥാർത്ഥത്തിൽ മോദി സർക്കാർ BJP സർക്കാരിനെതിരെ പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആ കാര്യങ്ങൾ പരമാവധി മയപ്പെടുത്തി പറയുക എന്നുള്ളതാണ് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും സ്വീകരിക്കുന്ന നിലപാട്. ഇപ്പോൾ വെറുപ്പിനെതിരെ ഞങ്ങൾ സ്നേഹത്തിൻ്റെ കട തുറക്കുന്നു. അതൊരു രാഷ്ട്രീയ മുദ്രാവാക്യമേ അല്ല. അത് രാഷ്ട്രീയ മുദ്രാവാക്യമല്ല യഥാർത്ഥത്തിൽ. രാഷ്ട്രീയ മുദ്രാവാക്യമാണെങ്കിൽ എന്ത് പറയണം? മോദി സർക്കാർ പിടികൂടി ജയിലിലിട്ടിരിക്കുന്ന നിരപരാധികളെ മോചിപ്പിക്കുക, അതൊരു പൊളിറ്റിക്കൽ മുദ്രാവാക്യമാണ്. അല്ലെങ്കിൽ ബുൾഡോസർ രാജ് അവസാനിപ്പിക്കുക, ഇങ്ങനൊരു വാക്ക് കോൺഗ്രസ് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ബുൾഡോസർ രാജ് അവസാനിപ്പിക്കുക അങ്ങനെ പറയാറുണ്ടോ? അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ ഫാഷിസ്റ്റ് നയങ്ങളെ ആ ഒരു വാക്ക് ഉപയോഗിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അത് ആ ആശയക്കുഴപ്പമുണ്ടാകാനുള്ള കാരണം ഈ മാസിനെ സ്വാധീനിക്കുക ഇത്തരത്തിൽ കുറേ കൂടി ഇൻഫ്ലെയിമബിളായിട്ടുള്ള മുദ്രാവാക്യങ്ങളെക്കാൾ ജനങ്ങളെ നേരെ ബാധിക്കുന്ന വിലക്കയറ്റം, അതുപോലെ ഗ്യാസിൻ്റെ വില, പെട്രോളിൻ്റെ വില, ഇതൊക്കെ പറഞ്ഞാലാണ് ഞങ്ങൾക്ക് പിന്തുണ കിട്ടുക എന്ന് കോൺഗ്രസ് തെറ്റിദ്ധരിക്കുന്നത്. മുസ്ലിങ്ങൾക്കെതിരായ വാക്കുകൾ ഉപയോഗിക്കില്ല, മുസ്ലിം എന്നുള്ള വാക്ക് ഉപയോഗിക്കില്ല. അതായത് യഥാർത്ഥത്തിൽ ഈ കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരിൻ്റെ യഥാർത്ഥ നയനിലപാടുകൾ തുറന്ന് എതിർക്കുന്നതിന് പകരം വളരെ സെക്യൂർ ആയിട്ടുള്ള, വളരെ സേഫ് ആയിട്ടുള്ള, ആർക്കും പരിക്കൊന്നുമില്ലാതെ, സ്വയം പരിക്കേൽക്കാതെയും തങ്ങൾക്ക് കിട്ടുന്ന വോട്ടിന് ഇപ്പോൾ അതിൻ്റെ പേരിൽ പോകുമോ എന്നുള്ള ആശങ്കയിലും വളരെ മയപ്പെടുത്തിയ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളാണ് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രോ വേർഷനാണ് നമ്മൾ കേരളത്തിൽ കാണുന്നത്. കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ച്, KPCC സംബന്ധിച്ച് BJP അധികാരത്തിൽ താഴെ ഇറക്കുക എന്നുള്ളതോ അല്ലെങ്കിൽ BJPയുടെ രാഷ്ട്രീയത്തെ തുറന്ന് എതിർക്കുക എന്നുള്ളതോ, കേരളത്തിലെങ്കിലും BJPയുടെ വളർച്ചയെ തടയുക എന്നുള്ളതൊന്നും അല്ല അവരുടെ ലക്ഷ്യം. സീറ്റിൻ്റെ എണ്ണം കൂട്ടുക. കേരളത്തിൽ സാധ്യതയുള്ള സ്ഥലമാണ്, 20 സീറ്റുകളിൽ കൂടുതൽ ജയസാധ്യതയുള്ള സ്ഥലം എന്നതായിരിക്കും പരമാവധി കോൺഗ്രസിൻ്റെ എണ്ണം കൂട്ടുക എന്നുള്ളതാണ് KPCCയുടെ ചുമതല. അങ്ങനെ എണ്ണം കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? രാഹുൽ ഗാന്ധിയെ കൊണ്ടുവരണം. കഴിഞ്ഞ 2019 പറഞ്ഞു ഉമ്മൻചാണ്ടിയാണ് ഈ കാര്യം ആദ്യം പറയുന്നത് മാധ്യമങ്ങളോട്. രാഹുൽ ചിലപ്പോൾ കേരളത്തിൽ മത്സരിച്ചേക്കുമെന്ന് ഉമ്മൻചാണ്ടിയാണ് പറഞ്ഞത്. വലിയ വാർത്തയായിരുന്നു അത്. ആ വാർത്തയുടെ ആ ഒരു അതിൽ എക്സ്ക്ലൈംഡ് ആയിട്ട് പോലുള്ള വോട്ടർമാർക്ക് ആ വോട്ടർമാർക്കത്തിൽ ടേണൗട്ട് കൊടുക്കുകയും ചെയ്തു കോൺഗ്രസിന്. പക്ഷേ ഇത്തവണത്തെ ഒരു പ്രശ്നം, ഒന്ന്, രാഹുൽ ഗാന്ധിക്ക് BJPയെ അതിജയിക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ കോൺഗ്രസിന് BJPയെ അതിജയിക്കാൻ കഴിയുമോ? 2019 വലിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം 5 കൊല്ലം ഭരിച്ച് ആളുകൾ മടുത്തിരുന്നു. യഥാർത്ഥത്തിൽ ആ മടുപ്പ് രാഹുൽ പ്രധാനമന്ത്രിയാകുമോ, കേരളത്തിൽ നിന്നുള്ളൊരു പ്രധാനമന്ത്രി തുടങ്ങിയ ഭയങ്കര വളരെ സെൻസേഷൻ ഉണ്ടാക്കിയൊരു വാർത്തയായിരുന്നു അത്. ഇത്തവണ അങ്ങനെയില്ല. രാഹുൽ ഇന്ത്യ സഖ്യം ജയിക്കുമോ, BJP അതിജയിക്കുമോ എന്നുള്ള കാര്യത്തിൽ ആൾക്ക് അന്നത്തെ 2019 പ്രതീക്ഷയില്ല. അതിൻ്റെ കാരണം അത്രമാത്രം എതിർപ്പുണ്ടായിരുന്ന 2019 പോലും വൻ ഭൂരിപക്ഷത്തോടെ മോദി അധികാരത്തിൽ വരാണ്ടായി. ഇത്തവണ അങ്ങനെ ഉണ്ടാകുമോ? ഇല്ല. അല്ലെങ്കിൽ ചിലപ്പോൾ BJPയുടെ ഭൂരിപക്ഷം കുറച്ചേക്കാം. അങ്ങനെയുള്ളൊരു പ്രതീക്ഷ, അങ്ങനെ ഒരു ഒരു എക്സൈറ്റ്മെൻറ്റ് ജനങ്ങൾക്കിടയിൽ ഇല്ല എന്നുള്ളത് സത്യമാണ്.
അപ്പോൾ ആ എക്സൈറ്റ്മെൻ്റ് ഇല്ലാത്ത സാഹചര്യത്തിൽ കേരളത്തിൽ രാഹുൽ ഗാന്ധി വന്ന് മത്സരിച്ചാലും UDF അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. മറ്റൊരു കാര്യം, BJP തോൽപ്പിച്ചില്ലെങ്കിൽ ഇപ്പോൾ അമേഠിയിൽ അദ്ദേഹം മത്സരിക്കുന്നു, ഇപ്പോൾ ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. UP നിന്നുള്ള കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ട് അമേഠിയിൽ കഴിഞ്ഞ നമ്മൾ തോറ്റതാണ് സ്മൃതി ഇറാനിയോട്, അത് തിരിച്ചു പിടിക്കാൻ കഴിയുന്ന കാര്യത്തിൽ ഉറപ്പുണ്ടോ? അവിടെ ജയിക്കില്ല എന്നുള്ളതുകൊണ്ടാണല്ലോ രണ്ടാം സീറ്റിനെ പറ്റി ആലോചിക്കുന്നത്. അപ്പോൾ ഈ രണ്ടാം സീറ്റ് സെക്യൂർ ആയിരിക്കണം എന്നുള്ളത് കോൺഗ്രസ്സുകാർക്ക് ആഗ്രഹിക്കാം. എങ്കിൽ കർണാടകയിൽ സെക്യൂർ ആയിട്ടുള്ള ഒരു സീറ്റിൽ നിന്ന് മത്സരിക്കണം. കർണാടകയിൽ BJPയോടാണ് ഡയറക്റ്റ് ഫൈറ്റ്. അപ്പോൾ അവിടെയും ജയിക്കില്ല എന്ന് ഉറപ്പാണോ? അങ്ങനെ പിന്നെ തെലങ്കാന നോക്കുന്നു. തെലങ്കാനയിൽ BRSനോട് പോരാടുക എന്നുള്ളത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണിയിൽ ഇല്ലാത്തൊരു പാർട്ടിയാണ് BRSനോട് ഹെഡ് ഓൺ ചെയ്തുകൊണ്ട് ജയിക്കുക എന്നുള്ളത് അത് നല്ല. പക്ഷേ ഈ കേരളത്തിൽ വന്ന് മത്സരിക്കുക എന്നുള്ളത് കേരളത്തിൽ പോലും അതൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു യഥാർത്ഥ പ്രശ്നം. അപ്പോൾ എനിക്ക് തോന്നിയത് ഈ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൻ്റെ പ്രശ്നത്തിൽ തന്നെ ഇപ്പോൾ ദാവസായി പറഞ്ഞു, സാമുദായിക സന്തുലനം പറഞ്ഞു. LDFൻ്റെ സ്ഥാനാർത്ഥി നേരെ എടുത്തു നോക്കുക. അത് BJP ഉത്തരേന്ത്യയിൽ എന്താണോ ചെയ്യുന്നത്, BJP സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥാനാർത്ഥികളെ വ്യത്യസ്ത കാസ്റ്റുകളിൽ നിന്ന് പിക്കപ്പ് ചെയ്യുന്നുണ്ട്, ചില പ്രത്യേക കാസ്റ്റുകളിൽ നിന്ന് പിക്കപ്പ് ചെയ്ത് അവർ അവതരിപ്പിക്കുന്നുണ്ട്. അതിനേക്കാൾ ഭംഗിയായി സയൻറ്റിഫിക് ക്ലിനിക്കലി പെർഫെക്റ്റ് ആയിട്ടാണ് LDFൻ്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ് വന്നിട്ടുള്ളത്. അതിൽ സ്ഥാനാർത്ഥികളുടെ കാസ്റ്റ് വൈസ് നമ്മൾ പരിശോധിച്ചാൽ പോലും കേരളത്തിലെ ജനസംഖ്യയ്ക്ക് ആനുപാതികമായ പ്ലേസ്മെൻറ്റ് അവർ അതിൽ കൊടുക്കുന്നുണ്ട്. അത് വളരെ ബുദ്ധിപൂർവ്വമാണ്. അപ്പോൾ ആ ബുദ്ധി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അത്തരം കാര്യങ്ങൾ ഞങ്ങൾ ശ്രദ്ധിക്കുന്നു. അതർവൈസ് CPMനെ സംബന്ധിച്ച് അതർവൈസ് അതൊന്നും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമേ ഇല്ല. അവരുടെ രാഷ്ട്രീയ പ്രകാരം അങ്ങനെ ഒരു റെപ്രസെൻറ്റേഷൻ്റെ യാതൊരു കാര്യവുമില്ല. പക്ഷേ സ്ഥാനാർത്ഥി എണ്ണത്തിൽ അത് അവർ ചെയ്യുന്നു എന്നതിനർത്ഥം അവർ കുറേ കൂടി ഗൗരവമായിട്ടും കൂടിയാലോചിച്ചും നല്ല ആലോചനയോടെയും പ്ലാനിങ്ങോടെയും കൂടി സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തിയാക്കി എന്നുള്ളതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് പലവിധ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ കോൺഗ്രസിന് കഴിഞ്ഞൊരു 10-20 വർഷമായിട്ടുള്ളൊരു കുഴപ്പം, പ്രത്യേകിച്ച് ആഫ്റ്റർ കരുണാകരന് ശേഷം ഉണ്ടാകുന്നൊരു കുഴപ്പം, ഇത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു ആർട്ട് അവർക്കില്ല, ഒരു കലയില്ലാതായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് പലതരത്തിലുള്ള താല്പര്യങ്ങൾ കൊണ്ട് അവർ കൂടുതൽ ആശയക്കുഴപ്പത്തിലേക്കും കുഴപ്പങ്ങളിലേക്കും പോവുകയാണ് ചെയ്യുന്നത്. രാഹുൽ ഗാന്ധി വീണ്ടും ഒരിക്കൽ കൂടി കേരളത്തിലേക്ക് വരുമ്പോൾ അത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഗുണമാണോ ദോഷം ആണോ ഉണ്ടാക്കുക എന്നുള്ള ചോദ്യം ഇത്തവണ ഉണ്ട്.